ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നിവിടെ ഒരു അരിമുറുക്കുണ്ടാക്കിയാലോ. അരി ഉഴുന്നും ചേർത്തിട്ടാണ്. നമ്മൾ പണ്ടൊക്കെ ഉഴുന്ന് വറുത്ത് പൊടിച്ചാണ് ചേർക്കുന്നത്. ഇപ്പം നമുക്ക് പുഴുങ്ങി ചേർത്തും നമുക്ക് മുറുക്കുണ്ടാക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്ന് അത് ഒരു അരമണിക്കൂർ കുതിർത്തിട്ട് ഒരു 1.5-2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നല്ലപോലെ കുക്കറിൽ പുഴുങ്ങിയെടുക്കാം. ഒരു വിസിൽ കേട്ടിട്ട് 3-4 വിസിൽ സിമ്മി വെച്ച് ഒരു 10 മിനിറ്റ് സിമ്മി വെച്ചാൽ മതിയാവും. ഓരോ കുക്കർ അനുസരിച്ച് ആണ് ഊതുന്നതിൻ്റെ കണക്ക്. അപ്പം ഒരു വിസിൽ കേൾക്കുമ്പോൾ സിമ്മി വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അത് നല്ലപോലെ തണുക്കുമ്പോൾ നല്ലപോലെ അരച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അരമുറി തേങ്ങയും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് ഉഴുന്ന് പൊടിക്ക് ഒരു 5 ഗ്ലാസ് അരിമാവ്, അത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് വേണം. ആ മാവും ചേർത്തിട്ട് നമുക്ക് അയമോദവും എള്ളും ചേർത്ത് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയുമായത്തിന് ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ വറുക്കാൻ ഉപയോഗിക്കുന്നത്. ആ എണ്ണ തന്നെ കുറച്ചും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ച് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുന്ന അങ്ങനെ കുഴച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ ഉഴുന്ന് അരച്ചതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ആറിയത് ചേർത്താലും മതിയാവും. അപ്പം അത് നമുക്ക് കുഴച്ചെടുത്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. അപ്പം നമുക്ക് അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകി നമുക്ക് കുതിരാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ കുതിരാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. നല്ലപോലെ വേവണം. ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് സിമ്മിൽ ഒരു 10 മിനിറ്റ് വയ്ക്കണം. അപ്പോൾ നല്ലപോലെ വെന്ത് വരും. നമുക്ക് ഒരു അരമുറി തേങ്ങയും വേണം. ഒരു ഗ്ലാസ് ഉഴുന്ന് എടുക്കുവാണെങ്കിൽ അതിന് 5 ഗ്ലാസ് അരിപ്പൊടി, അതേ ഗ്ലാസ്സിൽ 5 ഗ്ലാസ് അരിപ്പൊടി ചേർക്കാം. നമുക്ക് ഉപ്പും അയമോദകവും എള്ളും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പം നമുക്ക് അരമുറി തേങ്ങയും ഉഴുന്ന് പുഴുങ്ങിയതും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അതും ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ ആവശ്യം തേങ്ങയുടെയും ഉഴുന്നിൻ്റെയും കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആറിയതും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തും കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത ഉടനെ തന്നെ നമുക്കത് സേവനാഴി പിഴിഞ്ഞ് നമുക്ക് മുറുക്കുണ്ടാക്കാം. ഒക്കെ ഒരു ഇരുമ്പ് ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് മുറുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനിങ്ങനെ സേവനാഴി പിഴിഞ്ഞൊഴിച്ചത്. എങ്ങനെയാണോ നിങ്ങളുടെ എളുപ്പം അതേപോലെ ചെയ്യാം. നമുക്ക് ചട്ടുകത്തിൻ്റെ മുകളിലും ഇങ്ങനെ വെച്ചും ചെയ്യാം. മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിലും നല്ലപോലെ അരിഞ്ഞിട്ടുണ്ടായിട്ടും ഉഴുന്ന് പുഴുങ്ങിയെടുത്തതുകൊണ്ടും നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. നമുക്കിങ്ങനെ എല്ലാം വറുത്തെടുക്കാം. എണ്ണയിലോട്ട് വേണമെങ്കിൽ നമുക്ക് നേരിട്ടും പിഴിഞ്ഞിടാം. പക്ഷേ അത് നമ്മുടെ കയ്യിൽ ചൂട് തട്ടാതെ ശ്രദ്ധിക്കണം. നമുക്കിങ്ങനെ ഈസിയാണ് പിഴിയാനും. നമുക്ക് എളുപ്പം തന്നെ ഇതെല്ലാം പിഴിഞ്ഞെടുക്കാം. ഉഴുന്ന് വറുത്ത് പൊടിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും പുഴുങ്ങി ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടും കുറച്ചും കൂടെ നല്ല മയമുള്ള മുറുക്ക് ആയിട്ട് തോന്നുന്നത്. നല്ല മുരുമുരായിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ പുഴുങ്ങി ചെയ്ത് നോക്കണം. അത് നല്ലതാണ്. നല്ലപോലെ വേവണം. കുറച്ച് നല്ല കുതിർത്തിട്ട് വേവിക്കണം. 1 മണിക്കൂറെങ്കിലും കുതിർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ലപോലെ വേവും. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സിയിൽ അടിച്ച് നല്ലപോലെ പേസ്റ്റാക്കി കുറച്ച് തേങ്ങ ചേർക്കുന്നതുകൊണ്ടും നല്ലൊരു ടേസ്റ്റുണ്ട്. നല്ല മുരുമുര ഇരിക്കുന്നുണ്ട് മുറുക്ക്. നമുക്ക് നേരിട്ടും കുറച്ച് നമ്മൾ ചുറ്റി വെച്ചിരുന്നാൽ നമുക്കത് പെട്ടെന്ന് ഇട്ടെടുക്കാം. നേരിട്ടിടുമ്പോൾ നമുക്ക് കയ്യിൽ ചൂടേൽക്കാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെയെല്ലാം ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നമുക്ക് മുറുക്ക് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതിനകത്ത് എരിയൊന്നും ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ മുളകൊക്കെ ചേർക്കാം, കായം ചേർക്കാം.
നമ്മളിതിൽ തേങ്ങയും ഉപ്പും എള്ളും അയമോദവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ല മുരുമുര ഇരിക്കുന്നുണ്ട്. മുറുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇത് അയമോദമൊക്കെ ചേർക്കുന്നുണ്ട്, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. ഇങ്ങനെ എളുപ്പവുമാണ്. നല്ല മുരുമുരാന്നിരിക്കുന്നുണ്ട്, കട്ടിയും കൂടിയിട്ടില്ല. തേങ്ങ ചേർക്കുന്നുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം വറുത്ത പൊടി ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഉഴുന്ന് പുഴുങ്ങിയെടുക്കുന്നത് കൊണ്ടും അതും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം.